ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. സച്ചിയുടെ കല്യാണം പോലും നടക്കുമെന്ന് കരുതിയില്ല സ്വാമിജി. ഒക്കെ ഭംഗിയായി നടന്നു. അല്ല, ഭഗവാൻ നടത്തി. കാലവും കർമ്മവും തീരുമാനിക്കപ്പെട്ടതാണ് മിത്രമേ, അത് മാറില്ല. അറിയാം സ്വാമിജി, പക്ഷെ മനുഷ്യന്റെ ആഗ്രഹത്തിന് അതിരില്ലല്ലോ. ഇനി ഒരേ ഒരു ആഗ്രഹം കൂടിയുള്ളൂ, ഒരു പേരക്കുട്ടി വേണം. അതിന് സ്വാമിജി സച്ചിയെയും അർച്ചനയും അനുഗ്രഹിക്കണം. കർമ്മഫലം എന്താണോ അത് തിരുത്താൻ നമുക്കാവില്ല മിത്രമേ. ഒരു പരിധിവരെ പ്രാർത്ഥനയ്ക്കും പൂജാവിധികൾക്കും സാധിക്കും. വൈകുണ്ഠനാഥനെ വിളിച്ചപേക്ഷിക്കുക. മൂത്ത മകൻ നന്ദഗോപനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചപ്പോൾ അവനിലൂടെ ഒരു കൊച്ചുമകനെ കിട്ടുമെന്ന് ആഗ്രഹിച്ചതാ. ഇപ്പോ സ്വന്തം മകനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പൊന്ന് കാണാൻ കിട്ടിയാൽ മതിയെന്ന പ്രാർത്ഥനയിലാണ് ഞാൻ. ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. സങ്കടപ്പെടണ്ട, വന്നു ചേരേണ്ട നേരത്ത് വൈകുണ്ഠനാഥൻ എത്തിക്കും. ദുർനിമിത്തങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവരുടെ മാംഗല്യം വിധിപ്രകാരം തന്നെയല്ലേ നടന്നത്? ഉവ്വ് സ്വാമിജി. വിധിപ്രകാരവും മുറപ്രകാരവും നടത്തേണ്ട മംഗളകർമ്മം അവസരപ്പെട്ട് നടത്തിയതുപോലെ സൂചനകൾ കാണിക്കുന്നു. സ്വാമിജി, കുറച്ച് ധൃതിപ്പെട്ടാണ് നടത്തിയത്. സച്ചിയുടെ നാള് പ്രകാരമുള്ള ചില തടസ്സങ്ങൾ ഒഴിവാക്കാൻ പെട്ടെന്ന് നടത്തേണ്ടി വന്നു. അതുകൊണ്ട് എന്തെങ്കിലും? മാംഗല്യം മനസ്സറിഞ്ഞാവണം. മനസ്സുകൊണ്ടാണ് ഭാര്യാഭർത്താക്കന്മാരാവേണ്ടത്, ശരീരം കൊണ്ടല്ല. പൂർണ്ണ മനസ്സുണ്ടോ എന്ന് തേടേണ്ടിയിരുന്നു. ബാലഗുരു, ഭാര്യാപത്രബന്ധം ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടി പൂജകൾ ചെയ്ത ദിവ്യബന്ധന ചരടുകളാണിത്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ബന്ധനം ചെയ്യേണ്ടതാണ്. സച്ചി കെട്ടിക്കൊടുക്ക്. എനിക്ക് കുഞ്ഞിനോട് മാത്രമായി ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വന്നോളൂ. ചെല്ലുമോളെ. നിന്റെ മനസ്സ് നീർന്നത് നാം അറിയുന്നുണ്ട് മകളെ. നിന്റെ സ്നേഹവും ആത്മാർത്ഥതയും കാലം അംഗീകരിക്കും മോളെ. തളരാതെ വിശ്വാസത്തോടെ മുന്നോട്ടു തന്നെ പോകണം. നിന്റെ കുടുംബത്തെ നശിപ്പിക്കാനുള്ള വിഷവിത്തുകൾ നിന്റെ ചുറ്റിലുമുണ്ട്. ജാഗ്രത വേണം. മരുമകളായി വന്നവൾ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉന്നതമായി തീരണം. ശത്രുക്കളിൽ നിന്ന് നിന്നെയും നിനക്ക് പ്രിയപ്പെട്ടവരെയും കാത്തുസൂക്ഷിക്കേണ്ട ചുമതല നിന്നിൽ നാം കാണുന്നു. എത്ര കാലം ഞാൻ മകളും മരുമകളുമായി അവർക്ക് കാവൽ കാണുമെന്ന് സ്വാമിജിക്ക് പോലും അറിയില്ലല്ലോ. ഇതിനും മാത്രം എന്താ സംസാരിക്കാനിരിക്കുന്ന? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം നാം മനസ്സിലാക്കുന്നുണ്ട് മകളെ. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ എന്നും നന്മയ്ക്കേ ജയമുണ്ടാകൂ.
ശിവന് വേണ്ടി പാർവതീദേവി നടത്തിയ അശ്രാന്ത പരിശ്രമം മോൾക്ക് അറിവുള്ളതല്ലേ? കുട്ടിയും ഒരു പാർവതിയ, പരമശിവനെ കൂടെ തന്നെ നിർത്തുക. സ്വാമിജി, അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവൾ അവന്തികയാണല്ലോ. പിന്നെന്തിനാണ് രണ്ടാമത്തെ മരുമകളോട് ഒരു പ്രത്യേക ഉപദേശം? നാം ഒരു യുദ്ധം മുന്നിൽ കാണുന്നു സ്വാമി. നന്മയും തിന്മയും തമ്മിലുള്ളതല്ല, തെറ്റും ശരിയും തമ്മിലുള്ളതാ. തെറ്റ് ശരിയുടെ മുന്നിൽ വിജയം വരിക്കുന്നതാണ് ചരിത്രം. പക്ഷേ ഇവിടത്തെ ശരി തോൽക്കാനും പാടില്ല. അപ്പോൾ സ്വാമിജി ആരുടെ ഭാഗത്താണ്? ആ, കാണാം. ആ ശരി, ഞാൻ വിളിക്കാം. അച്ഛാ, സ്നേഹയെ വിളിച്ചത്. നാളെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നിച്ചിരി വരാൻ ലേറ്റാവും, അതുകൊണ്ട് ഞാൻ കാർ അയക്കാന്ന് പറഞ്ഞു. നന്നായി മോനെ. ആ പിന്നെ സ്വാമിജിയെ കണ്ടിട്ട് എന്തായി? സ്വാമിജിയെ കണ്ടപ്പോൾ മനസ്സൊന്ന് തണുത്തു, അല്ലേ അവന്തികെ? ആ അതെ അതെ, അതൊരു ചൈതന്യല്ലേ അച്ഛാ. അവിടുത്തെ ആ ഭക്തിയുടെ നിറവ് ഒരു എനർജിയായി നമ്മളിലേക്ക് പകരില്ലേ? അർച്ചനയ്ക്ക് എന്ത് തോന്നി? ഒന്നും പറയാൻ പറ്റുന്നില്ല അച്ഛാ. എന്തായാലും അവിടെ പോയത് നന്നായെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. ആദ്യം പോകുമ്പോ അങ്ങനെ തന്നെയാ. കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ സിദ്ധിയുള്ള സ്വാമിജിയാ. എന്തും മുൻകൂട്ടി പറയൂ. മോളെന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, എല്ലാം മുൻകൂട്ടി കാണാനുള്ള ദീർഘദൃഷ്ടി ഉണ്ടെങ്കിൽ പിന്നെ നന്ദേട്ടൻ എവിടെയുണ്ടെന്ന് അങ്കിളിനെ ചോദിച്ചുകൂടായിരുന്നോ? അവൻ വരും. വരേണ്ട സമയത്തിന് അവനെ വൈകുണ്ഠേശ്വരനാഥൻ കൊണ്ടുവരുമെന്ന് സ്വാമിജി പറഞ്ഞു. വന്നു ചേരേണ്ട നേരത്ത് വൈകുണ്ഠനാഥൻ എത്തിക്കും. ദുർനിമിത്തങ്ങളൊന്നും നടന്നിട്ടില്ല. അതിന് നന്ദേട്ടനിപ്പോ അനക്കെ നിന്റെ സംസാരം നിർത്തുന്നുണ്ടോ? അവള് സംസാരിക്കട്ടെ സച്ചി. അവൾ എന്താണ് പൂർത്തിയാക്കാതെ നിർത്തിയ ചോദ്യമൊന്നല്ലേ? അത് ഞാൻ പൂർത്തിയാക്കാം. നന്ദനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോന്നാണ് അനക്കയുടെ ചോദ്യം. അച്ഛാ, മോള് വിഷമിക്കണ്ട. നന്ദൻ തിരിച്ചു വരുമെന്ന് തന്നെയാ സ്വാമിജി പറഞ്ഞത്. അതിനർത്ഥം എന്റെ മോൻ എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്നല്ലേ? നമ്മുടെ പ്രാർത്ഥന അതല്ലേ? നമ്മുടെ ജീവിതത്തിൽ നന്ദൻ പോയതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നത് സ്വാമിജി പറഞ്ഞ പ്രകാരമാണ്. ഇതും അങ്ങനെ തന്നെ സംഭവിക്കും മോളെ. എങ്കിൽ ഞാൻ അന്ന് വിശ്വസിക്കാം. വേണമെന്നില്ല അനഘ. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനാ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞാൻ സ്വാമിജിയുടെ വാക്കുകളെ അത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ടച്ചാ. എന്റെ നന്ദേട്ടൻ തിരിച്ചു വരും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം കൂടി ഞാൻ സ്വാമിജിയോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ അച്ഛാ? അതെന്താണെന്ന് അച്ഛൻ പറഞ്ഞില്ല. അതും സ്വാമിജിയുടെ അനുഗ്രഹത്താൽ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സന്ദീപിന്റെ കല്യാണമാണോ അച്ഛാ? അല്ല,
പിന്നെ എന്താഗ്രഹം അച്ഛനുള്ളത്? ആ ആഗ്രഹം നിവർത്തിച്ചു തരേണ്ടത് അർച്ചനയും സച്ചിയാണ്. എനിക്കൊരു പേരക്കുട്ടി. അതാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കൊച്ചു കട്ടൻ. പേരക്കുട്ടി പോലും. സേതുമാധവന്റെ നടക്കാത്ത ആഗ്രഹം. ഏത് ദേവദൂതൻ വന്നാലും നടക്കാത്ത സ്വപ്നം. ഇവിടുത്തെ സ്വാമിജി ഈ അവന്തിക തന്നെയാ. അവന്തിക തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണമെന്ന്. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ അത് നിനക്കൂടെ വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അതെനിക്കും അറിയാലോ. അറിഞ്ഞാൽ മാത്രം പോരാ, അത് നേടിയെടുക്കാൻ നീയും എന്റെ കൂടെ പ്രവർത്തിക്കണം. നിന്റെ ഈ നിസ്സംഗമായ സ്വഭാവം ഒഴിവാക്കണം. എല്ലാവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരോടും വിനയത്തോടെ പെരുമാറണം. ആൾക്കാരുടെ കാലിലൊന്നും വീണ് നമസ്കരിക്കാൻ എന്നെ കൊണ്ടുപറ്റില്ല. വേണ്ട, നീ കാലുമേ കാലും കയറ്റിവെച്ച് നടുത്തളത്തിലിരുന്നോ. ഒക്കെ തനിയെ വന്ന് ചേർന്നോളൂ. നിന്റെ സ്വഭാവത്തിന് ഇവിടുന്ന് ആട്ടി ഇറക്കേണ്ടതാ. ഞാനുള്ളോണ്ടത് ആരും ചെയ്യുന്നില്ല. സന്ദീപ് മാത്രമാണ് നിന്റെ ടാർഗറ്റ്. അവനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അവനാണ് നിന്റെ ഭർത്താവ്. അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് മാത്രമാ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ഓ, അവനൊരു മഹാബോറനാണ് ചേച്ചി. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ഞാൻ കാണാൻ ഇത്ര മോശമൊന്നുമല്ലല്ലോ. ഏതാണുങ്ങളാണെങ്കിലും ഒന്ന് നോക്കില്ലേ? അവന്റെ മുന്നിൽ ചെന്ന് എങ്ങനെ നിന്നാലും അവൻ കണക്കാം. അത് നിന്റെ വിധി. അവനെ വേണോ സച്ചിയെ വേണോന്ന് ഞാൻ നിന്നോട് ചോദിച്ചപ്പോ ഇതേ മറുപടി തന്നെയല്ലേ നീ സച്ചിയെക്കുറിച്ചും പറഞ്ഞത്? നോ അതർ ചോയ്സ്. സന്ദീപാണ് നിന്റെ ഭർത്താവ്. അല്ലെങ്കിൽ ഈ കണ്ട സ്വത്തുക്കളിൽ നിന്ന് നീ ക്ലീൻ ഔട്ട്. ഇപ്പൊ തീരുമാനിച്ചോ, കോടികളുടെ സ്വത്ത് വേണോ അതോ നിന്റെ ഇഷ്ടത്തിനുള്ള ഏതെങ്കിലും കോന്തൻ ഭർത്താവ് വേണോന്ന്? എങ്ങനെ അവനെ എന്റെ വഴി കൊണ്ടുവരുമെന്ന് കൂടി പറഞ്ഞതാ ചേച്ചി. എടി, ദുർവാസാവിനെ ഋഷ്യശൃംഖനെ വരെ ഇളക്കിയ നായികമാരുണ്ട്. പിന്നല്ലേ ഒരു സന്ദീപ്. ഇതെന്താ കിടക്കുന്നില്ലേ? ഒരുപാട് പഠിക്കാനുണ്ട് ഏട്ടത്തി. മോള് പോയി കിടന്നോ. നാളെ രാവിലെ ഏട്ടത്തിയും കൂടി സഹായിക്കും. ചെല്ല്. അർച്ചന, അർച്ചനയ്ക്ക് ആശ്രമമൊക്കെ ഇഷ്ടപ്പെട്ടോ? സ്വാമിജിക്ക് അർച്ചനയോട് ഒരു പ്രത്യേക സ്നേഹമാണെന്ന് തോന്നുന്നു.
അതാണല്ലോ ഏട്ടത്തിയെ മാത്രം വിളിച്ച് സ്വകാര്യമായി ഉപദേശിച്ചത്. ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഹസ്ബൻഡും കൂടെ സ്വാമിജിയെ കാണാൻ പോയപ്പോ ഒരു മൈൻഡും ചെയ്തില്ല. കുറച്ചെന്തൊക്കെയോ പൂജകൾ മാത്രം ചെയ്തു. പക്ഷേ നിന്നോടെന്തോ പ്രത്യേക വാത്സല്യം ഉണ്ടെന്ന് തോന്നി. നമ്മുടെ കുടുംബത്തിന് ഗുണമുള്ള എന്തെങ്കിലും ആയിരിക്കുമല്ലോ സ്വാമിജി ഉപദേശിച്ചത്. അല്ല, ഇനി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണ്ട. സത്യത്തിൽ സ്വാമിജി പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. ചുറ്റും എന്തൊക്കെയോ അപകടം ഉണ്ടെന്നോ, ജാഗ്രതയോടെ പാലും വിഷവും തിരിച്ചറിയണമെന്നോ, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മയുടെ കൂടെ നിൽക്കണമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഓ, അത്രേ ഉള്ളോ? ഇതിലെന്താ മനസ്സിലാക്കാൻ? ബിസിനസ് ഉള്ളതല്ലേ, അതുകൊണ്ട് ശത്രുക്കളും ഉണ്ടാവുമല്ലോ. അത് ശ്രദ്ധിക്കാൻ പറഞ്ഞതാവും. ഇന്ന് ഒരുപാട് യാത്ര ചെയ്തല്ലേ, മോള് പോയി കിടന്നോ. സ്വാമി എന്തോ മുന്നിൽ കണ്ടുകൊണ്ട് അവളുടെ ഉള്ളിലൊരു വിത്തിട്ടതാ. അവൾ ഈ കുടുംബത്തിന്റെ രക്ഷകയാവുന്നാവും അയാളുടെ വിചാരം. പക്ഷേ അവളുടെ തലവര ഈ അവന്തിക നേരത്തെ വരച്ചതാ. അതൊന്നും ഒരു സ്വാമിയും വിചാരിച്ചാലും തിരുത്താൻ പറ്റില്ല. ഇതെങ്ങനെ സോൾവ് ചെയ്യും? അർച്ചനടുത്ത് എണീറ്റാണോ? ഏട്ടത്തിയോട് വിചാരിച്ചാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏട്ടത്തി ഒന്ന് പോയി വിളിച്ചാലോ? വിളിക്കാം, വേറെ വഴിയില്ല. വിളിക്കണോ? രണ്ടുപേരും ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. വിളിച്ചില്ലെങ്കിൽ എൻ്റെ എക്സാമിൻ്റെ കാര്യം അതോ ഗതിയാ. സാരില്ല, കിടക്കുന്നതിന് മുമ്പ് രാവിലെ ഏട്ടത്തി വിളിക്കാൻ പറഞ്ഞല്ലേ, എന്തായാലും വിളിച്ചേക്കാം. സച്ചേട്ടാ, സച്ചേട്ടാ. ഇവളെന്തിനാ ഈ സമയത്ത് വന്ന് കഥ തട്ടുന്നേ?